നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ലീഡ്സ് ആണ് അല്ലേ. അപ്പോൾ ലീഡ്സ് കിട്ടാനായിട്ട് നമ്മൾ കുറേ മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ മാർക്കറ്റിംഗ് ഒന്നും വേണ്ടാതെ ഫ്രീ ആയിട്ട് നമുക്ക് ലീഡ്സ് കിട്ടണം. അതിനുള്ളൊരു ടൂണാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡേറ്റ സ്ക്രാപ്പറിലെ ഡേറ്റ മൈനർ എന്ന് പറയുന്ന ഒരു ക്രോം എക്സ്റ്റൻഷൻ നമ്മൾ ഗൂഗിൾ വെബ് സ്റ്റോറിൽ നിന്ന് ആഡ് ചെയ്യുക. നമ്മുടെ ക്രോം ബ്രൗസറിലോട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈനപ്പ് 3 സ്റ്റെപ്പുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ സൈൻ ഇൻ അതിൽ നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഞെക്കുമ്പോഴേക്കും നമുക്ക് സൈനപ്പ് നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്കിത് സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സൈനപ്പ് ചെയ്യുമ്പോഴേക്ക് ഏകദേശം പെർ മന്ത് 500 പേജസ് ഓളം നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗൂഗിൾ മാപ്സിലോട്ട് പോവുക. ഗൂഗിൾ മാപ്സിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കേസിൽ നമ്മൾ നോക്കുന്നത് ഹോട്ടൽസ് ഇൻ കേരളയാണ്. അപ്പോൾ ഹോട്ടൽസ് ഇൻ കേരള എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് വരും. നമുക്ക് അതിൽ നിന്ന് ഇതിൻ്റെ നമ്പർ സെലക്ട് ചെയ്ത് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്കൊരു എക്സൽ ഷീറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഈ ക്രോം എക്സ്റ്റൻഷനിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ ഡേറ്റ സ്ക്രാപ്പർ ഞെക്കുമ്പോഴേക്കും നമുക്ക് ഒരു പോപ്പപ്പ് മെനു വരും. ഓക്കെ, അപ്പോൾ ഈ പോപ്പപ്പ് മെനുവിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രാപ്പ് ഡേറ്റ ഉണ്ടല്ലോ, സ്ക്രാപ്പ് ഡേറ്റയിൽ നമ്മൾ താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ലിസ്റ്റ് സ്ക്രാപ്പ് 2022 ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു പോപ്പപ്പിലോട്ട് വരും. അതിനുശേഷം നമുക്കറിയാം ഇത് ഇവിടെ കാണുമ്പോഴേക്കും നമുക്ക് താഴെ കാണുന്ന പോലെ സ്ക്രാപ്പ് ഞെക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് 10 റോസാണ് ഈ ഒരു ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ 10 ഹോട്ടൽസിൻ്റെ പേര്, അതിൻ്റെ റേറ്റിംഗ്, അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുമ്പോഴേക്കും നമുക്ക് ഈ എക്സൽ ഷീറ്റിലോട്ട്, ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റിലോട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അലോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സൽ ഫോർമാറ്റിലോട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ്, നമ്പർ, റേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ലീഡ് കിട്ടാൻ എളുപ്പമാണ്.